എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുര്യൻ സക്കറിയ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാമ്പാടി യൂണിറ്റിൻ്റെ പ്രസിഡന്റ്, എം ശിവ ബിജു യൂണിറ്റിൻ്റെ ജനറൽ സെക്രട്ടറി, ഷാജി പി മാത്യു യൂണിറ്റിൻ്റെ രക്ഷാധികാരി. പാമ്പാടി യൂണിറ്റിൻ്റെ 49ാമത് വാർഷിക പൊതുയോഗവും ഭരണസമിതി തെരഞ്ഞെടുപ്പും 2026 മെയ് മാസം 17-ാം തീയതി, അതായത് നാളെ കഴിഞ്ഞ് വൈകുന്നേരം 5 മണിക്ക് മർച്ചൻ്റ് അസോസിയേഷൻ്റെ ഹാളിൽ അതിനോടനുബന്ധിച്ചുള്ള പരിപാടികൾ നടക്കുകയാണ്. ഈ പരിപാടി, ഈ വാർഷിക പൊതുയോഗവും ഭരണസമിതി തെരഞ്ഞെടുപ്പും അതിൻ്റെ ഉദ്ഘാടന കർമ്മം പുതുപ്പള്ളിയുടെ ആദരണീയനായ MLA ശ്രീ ചാണ്ടി ഉമ്മൻ അവർ നിർവഹിക്കുന്നതും, തദവസരത്തിൽ കോട്ടയം ജില്ലയുടെ പ്രസിഡന്റ് ശ്രീ MK തോമസ് കുട്ടി അവർ, ജില്ലയുടെ ജനറൽ സെക്രട്ടറി ശ്രീ AKN പണിക്കർ ഉൾപ്പെടെയുള്ള ജില്ലയിലെ നേതാക്കന്മാരും ഭാരവാഹികളും ആ യോഗത്തിൽ പങ്കെടുക്കുന്നതുമായിരിക്കും. കഴിഞ്ഞ 2 വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും അതിനെപ്പറ്റി ചർച്ച നടത്തുകയും അടുത്ത വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുകയുമാണ് ഇതിനകത്തെ മുഖ്യ അജണ്ട. കഴിഞ്ഞ 2 വർഷത്തെ പ്രവർത്തനങ്ങൾ പുറകോട്ട് നോക്കുമ്പോൾ ഞങ്ങൾ ഏറ്റെടുത്ത ഏറ്റവും വലിയ ഒരു ദൗത്യം എന്ന് പറയുന്നത്, വയനാട് ദുരന്തം ഉണ്ടായ സമയത്ത് ആ ചൂരൽമലയിലെ ഒരു സ്റ്റുഡിയോ, തകർന്നുപോയ ഒരു സ്റ്റുഡിയോ, അത് ഞങ്ങൾ പാമ്പാടി യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ആ ഒരു സ്റ്റുഡിയോ പൂർണ്ണമായിട്ടും നവീകരിച്ച് സജ്ജമാക്കി ഞങ്ങൾ കൊടുക്കുകയുണ്ടായി. അതിനു വേണ്ടുന്ന ചെലവുകൾ മുഴുവൻ പാമ്പാടി യൂണിറ്റാണ് വഹിച്ചത്. അതുപോലെ തന്നെ പാമ്പാടി ഗവൺമെൻറ് ആശുപത്രി ഡയാലിസിസ് യൂണിറ്റിൻ്റെ വെള്ള ദൗർലഭ്യം കാര്യങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും പാമ്പാടി ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പാമ്പാടി പഞ്ചായത്തിൽ മുഴുവൻ പിരിവ് നടത്തുകയും ചെയ്ത സമയത്ത് അതിനു വേണ്ടുന്ന കൈത്താങ്ങ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പാമ്പാടി യൂണിറ്റ് 1 ലക്ഷം രൂപ നൽകി ആ പരിപാടിയിൽ ഞങ്ങൾ ഭാഗമാവുകയും ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ സമൂഹത്തിലെ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്നവർക്കും രോഗികൾക്കും എല്ലാം കൈത്താങ്ങായിട്ട് പാമ്പാടി യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ 2 വർഷത്തെ ഭരണം ഏറ്റവും നല്ല രീതിയിൽ പാമ്പാടിയിലെ വ്യാപാരികൾക്ക് അവരുടെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ടുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്ക് അവസരം ഉണ്ടായി. അതിന് കമ്മിറ്റി, അതുപോലെ തന്നെ എല്ലാ വ്യാപാരികളും എല്ലാവരും കൂട്ടായിട്ട് ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെ ഒരു നല്ലൊരു വിജയത്തിലേക്ക് ഞങ്ങൾക്ക് എത്തുവാനായിട്ട് സാധിച്ചത്. അതുപോലെ തന്നെയാണ് അടുത്ത വർഷത്തേക്കുള്ള പ്രവർത്തനങ്ങളും എല്ലാമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒരു ഭരണസമിതിയുടെ കാലയളവ് എന്ന് പറയുന്നത് 2 വർഷമാണ്. 2 വർഷം ഞങ്ങളുടെ പൂർത്തിയായി. ആ പൂർത്തിയായതിൻ്റെ പൂർത്തീകരണമാണ് ഈ ഞായറാഴ്ച നടക്കുന്നതും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളും എല്ലാം നടക്കുന്നത്. ഈ യോഗത്തിൽ വെച്ച് നമ്മുടെ പുതുപ്പള്ളിലെ ആരാധനായ MLA ശ്രീ ചാണ്ടി ഉമ്മൻ അവരുകളെ ആദരിക്കുന്നു. അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിജു കെ ഐസക്കിനെ ആദരിക്കുന്നു. ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പറും ഞങ്ങളുടെ വനിതാ വിങ്ങിൻ്റെ പ്രസിഡന്റുമായ ശ്രീമതി ഷേർലി തെരീനെ ആദരിക്കുന്നു. അതേപോലെ തന്നെ ഞങ്ങളുടെ രക്ഷാധികാരി ശ്രീ ഷാജി പി മാത്യുവിൻ്റെ മകൻ വൈദിക വൃത്തിയിലേക്ക് പ്രവേശിച്ച ജിതിൻ മാത്യു ഫിലിപ്പ്, അദ്ദേഹത്തെ ആദരിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പൊതുയോഗവും വാർഷിക സമ്മേളനവും നടക്കുന്നത്. അതിലേക്ക് നിങ്ങളെ എല്ലാവരെയും തന്നെ ഹാർദവമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. എല്ലാ
ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രോത്സാഹനം നൽകുന്നവരാണ് പാമ്പാടിയിലെ മാധ്യമ പ്രവർത്തകർ. അവരുടെ സേവനം ഞങ്ങൾക്ക് വീണ്ടും ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയൂടെ ചെയ്യുന്നു. കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നതിനായിട്ട് ജനറൽ സെക്രട്ടറിയെ ക്ഷണിക്കുകയും ചെയ്യുന്നു. നമസ്കാരം. ഞങ്ങളുടെ പ്രസിഡന്റ് കൃത്യമായ കാര്യങ്ങൾ ഏകദേശം വിശദീകരണം നൽകി കഴിഞ്ഞു. എങ്കിലും ഞങ്ങളുടെ 49ാമത് വാർഷിക പൊതുയോഗം ഭരണസമിതി തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഏറ്റവും ആധികാരികമായി ഞങ്ങൾ പറയുമ്പോൾ തന്നെ ഞങ്ങൾ ആദ്യം നന്ദിയോടെ സ്മരിക്കുന്നത് 49 വർഷക്കാലം ഈ പാമ്പാടിയുടെ സുശക്തമായി നയിച്ച മുൻകാല ഭരണസമിതി നേതാക്കളെയാണ്. അവരുടെ ചിരകാല സ്വപ്നവും അവരുടെ പ്രതീക്ഷയും വളരെ സഫലമാകുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ ഈ കാലയളവിൽ ഈ 2024-26 കാലയളവിൽ ഞങ്ങൾക്ക് സാധിച്ചു എന്ന് അഭിമാനപൂർവ്വം പറയാൻ സാധിക്കുകയാണ്. കേരളത്തിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വിവിധ 10,000-കണക്കിന് യൂണിറ്റുകളിൽ പ്രത്യേക യൂണിറ്റ് പാമ്പാടി യൂണിറ്റ് എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ, സമുചിതമായ ഇടപെടലുകളും കാര്യപ്രാപ്തമായ തീരുമാനങ്ങളും ഭാവി ഈ പാമ്പാടി യൂണിറ്റിലെ തന്നെ പ്രവർത്തകരെ ഒരു ഒറ്റ കൈയായി ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ഒരു കുടക്കീഴിൽ അവരെ അണിനിരത്തി ശക്തമായ സംഘടനാ സംവിധാനത്തിലൂടെ കൊണ്ടുപോകാൻ ഈ യൂണിറ്റിന് സാധിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഏവർക്കും അറിവുള്ള കാര്യമാണ്. ഞങ്ങളുടെ മുൻ ഭരണാധികാരികൾ ചെയ്തു വെച്ച, അവർ തുടങ്ങി വെച്ച ആ കർമ്മപദ്ധതികൾ കൃത്യമായി പൂർത്തീകരിക്കുവാനും അത് സാധാരണപ്പെട്ട ആൾക്കാരിലും, അതായത് മേൽത്തട്ട്, ഇടത്തട്ട്, കീഴ്ത്തട്ട് ഒന്നുമില്ലാതെ ഒരേ തലത്തിൽ വ്യാപാരികളെ കോർത്തിണക്കി കൊണ്ടുപോകാനുള്ള സാധിക്കുന്നുണ്ട്. അതുപോലൊപ്പം തന്നെ സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള ആരോഗ്യ, ലീഗൽ മെട്രോളജി, പഞ്ചായത്ത് തുടങ്ങിയ എല്ലാ ഞങ്ങളുടെ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ സർക്കാർ അവരുടെ അനുവർത്തി ബന്ധങ്ങളുമൊക്കെ ആയി ഇടപെടലുകൾ നടത്തുകയും വ്യാപാരികളുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരോട് വാദങ്ങൾ ഉയർത്തുകയും സമരം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായപ്പോൾ ആ ശക്തമായ സംഘടനാ സംവിധാനത്തിന്റെ കരുത്തുകൊണ്ട് ശക്തമായ ഒരു സമരം തന്നെ സംഘടിപ്പിക്കുകയും അതനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരികയും അതെല്ലാം പാമ്പാടിയിലെ വ്യാപാരികൾക്ക് ഏറെ ഗുണകരമായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. ആ ഗുണകരമായ പ്രവർത്തനങ്ങളാണ് ഈ സംഘടനയെ ഈ 2 വർഷത്തെ ഞങ്ങളുടെ പ്രവർത്തനത്തെ ഒരു സമൂഹം വിലയിരുത്തുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. മുന്നോട്ടുള്ള പ്രയാണങ്ങളിലും ഇനിയും നമുക്ക് നാളെ ഒട്ടനവധി കാര്യങ്ങൾ, ഞങ്ങൾ തുടങ്ങി വെച്ച ഒട്ടനവധി കാര്യങ്ങൾ, ഞങ്ങൾ ഓൺലൈൻ വ്യാപാരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആരംഭിച്ചിരുന്നു. അതിനുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഇടവിടവൊന്നും ചെയ്യാവുന്ന ഒരു സംഘടനാ പ്രവർത്തനമല്ല. അതിനൊത്തിരി കാര്യപ്രാപ്തമായ നടപടിക്രമങ്ങളുണ്ട്. ഹോം ഡെലിവറി പോലെ സാധാരണപ്പെട്ട വയോജനങ്ങളിലുള്ള വീടുകളിൽ വിദേശത്തുള്ള മക്കൾ അമ്മമാരെ നോക്കുന്ന, അല്ലെങ്കിൽ അവരവരുടെ കണ്ണിലക്ഷമണി പോലെ അവർ മാതാപിതാക്കളെ സ്പാരത്ത് പരിഗണിക്കുമ്പോൾ അവർക്ക് ലഭ്യമാകേണ്ട സാധനങ്ങൾ അവർ പട്ടണത്തിലിറങ്ങി തിരക്കുകൾക്കിടയിലൂടെ നടക്കാതെ അവർക്കൊരു ബുദ്ധിമുട്ട് വരാതെ അവരുടെ കയ്യിലേക്ക് എത്തിക്കുന്ന സംവിധാനങ്ങൾ, ഇതെല്ലാം ഞങ്ങൾ കൃത്യമായ രീതിയിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നുണ്ട്. അതിന്റെ പൂർണ്ണ പ്രവർത്തനങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടുള്ള ഉടനെ തന്നെ അതിന്റെ ഉദ്ഘാടന നിർവഹണ പ്രവർത്തനങ്ങളിലേക്കുള്ള സമയബന്ധിതമായി തന്നെ അത് നിർവഹിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇക്കാലയളവിൽ സംഘടനയെ സഹായിച്ച ഈ പ്രസ്ഥാനത്തിന് ഞങ്ങളോട് ചേർത്ത് പിടിച്ച ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ, ഞങ്ങളുടെ ഏത് ആവശ്യങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ആവരാതിലും കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വഴിയോര വാണിജ്യവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തിയ ഐതിഹാസികമായ ഒരു സമര പോരാട്ടം തന്നെയായിരുന്നു. കേരളത്തിൽ ഒരു യൂണിറ്റിലും ഇത്രയും ശക്തമായ രീതിയിൽ തെരുവിലിറങ്ങി സമരം ചെയ്തൊരു യൂണിറ്റും കേരളത്തിലില്ല. കോട്ടയം ജില്ലയിലെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഈ വിഷയങ്ങൾ പാമ്പാടിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രിയപ്പെട്ട പ്രസിഡന്റിനെ വിളിച്ച് എങ്ങനെയാണ് നിങ്ങളവിടെയുള്ള അനധികൃത വഴിയോര കച്ചവടം ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ എന്തായിരുന്നു, ഏത് രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോയത്, ഞങ്ങൾക്കും അത് അവലംബിച്ച് കൊണ്ടായിക്കൊള്ളാമെന്നുള്ള ആശയങ്ങളുടെ സംവാദങ്ങൾക്ക് പലരും ഇവിടെ വന്ന് ചോദിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഞങ്ങളെല്ലാം ഒരു ടീമാണ്. ഒറ്റക്കെട്ടായിട്ട് പാമ്പാടിയിലെ വ്യാപാരി സഹോദര പ്രവർത്തകരുടെ അവരുടെ ദുരിതങ്ങളും ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും നേരിട്ട് മനസ്സിലാക്കി അവരിൽ ഒരാളായി അവരോടൊപ്പം ഇടപഴകി പ്രവർത്തിക്കുന്ന ഒരാളെ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉത്തമ ബോധ്യമുണ്ട്. എന്താണ് അവരുടെ പ്രയാസം, എന്താണ് അവരുടെ ബുദ്ധിമുട്ട്, അതിനനുസരിച്ച് സംഘടനയെ ചലിപ്പിക്കുക എന്നൊരു ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തമാണ് ടീം കുര്യൻ സക്രിയയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ നടത്തിയത്. അത് വളരെ വിജയപ്രദമായിരുന്നു. ഇന്നലെ വരെ ഈ നിമിഷം വരെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ വളരെ കാര്യക്ഷമമായി ഈ പ്രസ്ഥാനത്തിന് വേണ്ടി, ഈ ഞങ്ങളെ സ്നേഹിക്കുന്ന സാധാരണപ്പെട്ട വ്യാപാര സമൂഹത്തിന് വേണ്ടി, അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ നല്ലവരായ നാട്ടുകാർക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ കുടിവെള്ള പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരു ചാരിറ്റി പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അത് കക്ഷിരാഷ്ട്രീയങ്ങൾക്ക് അതീതമായി യാതൊരു മുഖവും നോക്കാതെ ഞങ്ങൾ ആ ഒരു പൊതു വ്യാപാര മേഖലയുടെ ആൾക്കാരിലേക്ക് സാമ്പത്തിക സഹായം സ്വീകരിച്ച് നൽകേണ്ടതാണെങ്കിൽ ഞങ്ങൾ വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് ആ പൊതുജന മനസാക്ഷിയുടെ മുമ്പിലേക്ക് ഈ വിഷയമായിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അവിടെയൊന്നും ഞങ്ങൾ കക്ഷിരാഷ്ട്രീയങ്ങൾക്ക് അതീതമായി സ്വതന്ത്ര ചിന്താഗതിയോട് പ്രവർത്തിക്കുന്ന കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ആ ഒരു സംഘടനാ സംവിധാനം പാമ്പാടിയിൽ
നിർവ്യാജം ശക്തമായി പ്രവർത്തിക്കാൻ സാധിച്ചത് നിങ്ങളുടെ എല്ലാം അകമഴിഞ്ഞ സഹായവും നിങ്ങൾ ഒരിക്കലും കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ 49ാമത് വാർഷിക പൊതുയോഗവും ഭരണസമിതി തെരഞ്ഞെടുപ്പും പാമ്പാടി ഞങ്ങളുടെ സ്വന്തം രണ്ടാമത്തെ ഘട്ടമായ പാമ്പാടി മർച്ചന്റ് ബോർഡ്, നിങ്ങൾക്കറിയാം ലയൺസ് ക്ലബിന് മേലുള്ള കെട്ടിടം, ആ കെട്ടിടത്തിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർണ്ണമായി കഴിഞ്ഞു. അവിടെ നല്ല ഭംഗിയായ രീതിയിൽ പന്തൽ വികാരങ്ങൾ റെഡിയായി കഴിഞ്ഞു. ആൾക്കാർക്ക് വരുന്ന മെമ്പർമാർക്ക് അവിടെ ഭക്ഷണ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിനുശേഷം ഒരു ചെറിയ കലാവിരുന്നോട് കൂടിക്കൊണ്ട് സമംഗളം പര്യവസാനിക്കാനുള്ള സംഘടനാ പ്രവർത്തനങ്ങളെല്ലാം നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. എല്ലാ അംഗങ്ങളെയും ഇന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട കമ്മിറ്റി അംഗങ്ങൾ അവരുടെ സ്ഥാപനങ്ങളെത്തി അവരെ സ്നേഹപൂർവ്വം ക്ഷണിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും സ്നേഹപൂർവ്വത്തിന് ക്ഷണം സ്വീകരിച്ചവർ എത്തിച്ചേരുമെന്ന് ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. നാളെ ഈ ഞായറാഴ്ച 5 മണിക്ക് ഞങ്ങളുടെ ഈ മർച്ചന്റ് ഭവനിൽ നടക്കുന്ന വാർഷിക പൊതുയോഗവും ഭരണസമിതി തെരഞ്ഞെടുപ്പും വളരെ വൻവിജയപ്രദമാക്കുവാൻ ഈ നാട്ടിലെ സുമനസ്സുകളുടെ സഹായവും പിന്തുണയും ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും കാര്യങ്ങൾ എല്ലാം തന്നെ ഏകദേശം വിശദീകരിച്ചു കഴിഞ്ഞു. കൂടുതലായി ഒന്നും തന്നെ പറയുവാനില്ല. ഞങ്ങളുടെ 49ാമത് വാർഷിക പൊതുയോഗവും ഭരണസമിതി തെരഞ്ഞെടുപ്പുമാണ് ഈ 17-ാം തീയതി ഞായറാഴ്ച 5 മണി മുതൽ പാമ്പാടി മർച്ചന്റ് ഭവനിൽ നടക്കുന്നത് എന്നുള്ള വിവരം എല്ലാവരെയും അറിയിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 1976-ൽ മർച്ചന്റ് അസോസിയേഷനായി പാമ്പാടിയിൽ തുടങ്ങി വെച്ച ഈ പ്രസ്ഥാനം 1981 കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയിൽ അഫിലിയേറ്റ് ചെയ്ത് ഇന്നയോളം പ്രവർത്തിച്ചു വരുന്നു. അങ്ങനെ 50 വർഷം പൂർത്തിയാകുന്ന ഈ വേളയിൽ അടുത്ത വാർഷിക പൊതുയോഗത്തിന് ആ 50ാമത്തെ വാർഷികം സമുചിതമായി ആഘോഷിക്കുവാൻ തക്കവണ്ണമുള്ള കർമ്മ പദ്ധതികൾ ഞങ്ങൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഭരണസമിതിയുടെ കാലാവധി തീർന്നു. അടുത്ത ഭരണസമിതി ഞായറാഴ്ച നിലവിൽ വരുന്നു. ഇതെല്ലാം ഒരു തുടർ പ്രവർത്തനങ്ങളാണ്. അല്ല, ഇതിനകത്തൊന്നും യാതൊരു വ്യത്യാസവുമില്ല. ഈ കഴിഞ്ഞ 49 വർഷവും ഞങ്ങളുടെ നേതാക്കന്മാർ, ഞങ്ങളുടെ പിതാക്കന്മാർ തുടങ്ങി വെച്ച ഓരോ പദ്ധതികളും ഞങ്ങൾ എല്ലാം കൃത്യമായി തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. പിതാക്കന്മാരായിട്ട് 4 സെന്റ് സ്ഥലത്ത് ഒരു വ്യാപാര ഭവൻ 1996-ൽ സ്ഥാപിതമായി. അതിനുശേഷം 2019 ലയൺസ് ക്ലബിന് സമീപം 6 സെന്റ് സ്ഥലം വാങ്ങിച്ച് അതിലൊരു കെട്ടിടം പണിത് മർച്ചന്റ് ഭവൻ എന്ന പേരിൽ അത് പ്രവർത്തിച്ചു വരുന്നു. വീണ്ടും 10 സെന്റ് സ്ഥലം കൂടി അതോട് ചേർത്ത് വാങ്ങിച്ച് ഇനിയും കൂടുതൽ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടത്തുവാൻ തക്കവണ്ണം പാമ്പാടിലെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. വ്യാപാരികൾക്ക് വേണ്ടി മാത്രമല്ല, വ്യാപാരികളെ സഹായിക്കുവാൻ ആരുമില്ല എന്നുള്ള ബോധ്യത്തോടു കൂടി, വ്യാപാരികൾ മാത്രമേ ഉള്ളൂ എന്ന ബോധ്യത്തോടു കൂടി ഞങ്ങൾ ഇത്രയുമൊക്കെ കാര്യങ്ങൾ ചെയ്തുവെങ്കിലും അതെല്ലാം വ്യാപാരികളിൽ നിന്ന് മാത്രമുള്ള സഹായങ്ങൾ കൊണ്ട് മാത്രമാണ് ചെയ്തത്. എന്നാൽ ഈ നാട്ടിലെ എല്ലാ മറ്റ് സ്ഥാപനങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെയും നോക്കുമ്പോൾ വ്യാപാരികളിൽ നിന്ന് പിരിവെടുത്ത് അവർ കാര്യങ്ങൾ നടത്തുമ്പോൾ ഞങ്ങളുടെ കാര്യങ്ങൾ നടത്തുവാൻ ഞങ്ങളുടെ അംഗങ്ങളെ മാത്രമാണ് സമീപിക്കാറുള്ളത്. ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കുവാൻ ഇന്നയോളം ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് സഹായിച്ച ഈ പാമ്പാടിലെ നല്ല വ്യാപാരികളായ എല്ലാ സുഹൃത്തുക്കളെയും ഈ അവസരത്തിൽ ഞാൻ വളരെയധികം ഹാർദവമായി അഭിനന്ദിക്കുകയാണ്. ഇതിനു മുൻപ് ഉള്ള സഹായ സഹകരണങ്ങൾ ഇനി തുടർന്നും ഉണ്ടാകണമെന്നും നമ്മളുടെ 50ാം വാർഷികം സമുചിതമായി ആഘോഷിക്കുവാൻ തക്കവണ്ണം നല്ലൊരു കർമ്മ പദ്ധതി ആവിഷ്കരിച്ച് ഇതിന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനും തുടർന്ന് വരുന്ന ഭരണസമിതിക്ക് സാധിക്കട്ടെ എന്നും ആശംസിക്കുന്നു. ഈ എല്ലാ കാര്യങ്ങളിലും പാമ്പാടിലെ നമ്മുടെ മീഡിയ സെന്റർ നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്നതിൽ അവരോടുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും സഹകരിച്ച് ഒത്തൊരുമയോടെ പ്രവർത്തിച്ചു വരുന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പാമ്പാടിയുടെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. നന്ദി. പ്രിയപ്പെട്ട വ്യാപാര സുഹൃത്തുക്കളെ, നിങ്ങളോടൊരു കാര്യം ഈ അവസരത്തിൽ ഒന്ന് സൂചിപ്പിക്കുകയാണ്. അതൊന്നുമല്ല, നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ പാമ്പാടിയിലെ ഒരു സെക്യൂരിറ്റി ക്യാമറ നിങ്ങൾ ശരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേരളത്തിലെ ഒരു വ്യാപാരികൾ അങ്ങനെ ഒരു സംവിധാനം ഒരു ഒരു പൊതുവാദനം കൊടുത്തിട്ടില്ല. കാരണം അത്രയും രൂപ അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു 10 വർഷമായിട്ടുണ്ടാവും, അല്ലേ? 10 വർഷമായിട്ടുണ്ടാവും.
10 വർഷം മുമ്പ് ഏകദേശം 1.5-2 ലക്ഷം രൂപയോളം എന്ന് പറയുമ്പോൾ അതിന്റെ വാല്യൂ നമുക്കറിയാം. അത് നിങ്ങൾക്ക് ടൂർ പോവോ അല്ലെങ്കിൽ നിങ്ങളെല്ലാം ഒരു കുടുംബ സംഘം നടത്തി അടിച്ചു പൊളിക്കേണ്ട പൈസയാണ് പബ്ലിക്കിന് വേണ്ടി നിങ്ങൾ മുടക്കിയത്. ഇപ്പൊ ഈ 2 ക്യാമറ ഇപ്പോ വർക്കിംഗ് അല്ല എന്നാണ് നമുക്ക് അറിവായിരുന്നത്. കാരണം അതിന് ഫ്രണ്ടിൽ ഒരു മരച്ചിലയൊക്കെ വന്നിട്ടുണ്ട്. കാരണം പാമ്പാടിയെ സംബന്ധിച്ച് രാത്രി കാലങ്ങളിൽ ഒരു അപകടമൊക്കെ സംഭവിച്ചാൽ ഒരു CC ഫുട്ടേജ് കിട്ടാൻ ഏറ്റവും ചാൻസ് ഉള്ള ഒരു ക്യാമറയാണ്. അതൊന്ന് നിങ്ങളോട് തന്നെ പറയല്ല, കാരണം നിങ്ങൾക്ക് അത് വീണ്ടും ഒന്നുകൂടി അതൊന്ന് സെറ്റാക്കി തരാൻ സാധിക്കുമോ? കാരണം പൊതുജനം എന്നുള്ള നിലയിലാണ് ചോദിക്കുന്നത്. കാരണം പാമ്പാടിയുടെ ഒരു സുരക്ഷിതത്വം ശരിക്കും പാമ്പാടിലെ വ്യാപാരികൾ ചെയ്ത ഈ ഒരു ക്യാമറ എന്ന് പറയുന്ന സംവിധാനം തന്നെയാണ്. അതൊന്ന് ശരിയാക്കുകയാണെങ്കിൽ പൊതുജനത്തിനും പോലീസിനും നമ്മുടെ സ്വത്തിനും ജീവനും ഒക്കെ രക്ഷ എന്ന് പറയുന്ന പോലെ തന്നെ മോഷണം നടന്നാലും അല്ലെങ്കിൽ ഒരു കൊലപാതകം നടന്ന ഒരാൾ വാഹനത്തിൽ രക്ഷപ്പെട്ടാലും ആ നമ്പർ ട്രേസ് ചെയ്ത് പോകാൻ വേണ്ടി കിട്ടാൻ പറ്റുന്ന അത്രയും ഒരു ക്യാച്ചിങ് ഉള്ള ക്യാമറ പാമ്പാടി ടൗണിലുള്ളൂ. ക്രൈം നടന്നാൽ കൃത്യമായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ക്യാമറ പാമ്പാടി സ്റ്റാൻഡ് ചെയ്യുന്ന ഒരു ക്യാമറയാണ്. പക്ഷെ അത് ഉപയോഗശൂന്യമായിട്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു ഇത് ശരിയാണോ? അതിന്റെ ജവാൻ പറഞ്ഞ കാര്യം ശരിയാണ്. കഴിഞ്ഞ 9 വർഷക്കാലത്തിന് മുമ്പ് ഞങ്ങള് പാമ്പാടി കാളച്ചന്ത മുതൽ സെൻട്രൽ ജംഗ്ഷൻ വരെ മുഴുവൻ ക്യാമറ കണ്ണിൽ ഞങ്ങൾ ആക്കിയതാണ്. അതിന് നമുക്കറിയാം, ക്യാമറ ആകുമ്പോൾ ഒരു ഇടിമിന്നൽ വന്നാലും അല്ലെങ്കിൽ എന്നും അതിന് കംപ്ലൈന്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങൾ വളരെ വർഷങ്ങൾ ഞങ്ങളത് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെയാണ് പോകുന്നത്. പക്ഷെ മുന്നോട്ട് വന്നപ്പോഴത്തേന് അതിന് കൂടുതൽ ചെലവുകൾ വന്നപ്പം ഞങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതിനപ്പുറത്ത് ചെലവുകൾ വന്നു. ഞങ്ങൾ അന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെ അടുത്ത് ഞങ്ങൾ സമീപിച്ചായിരുന്നു. ഇതിന്റെ ഒരു സംരക്ഷണ ചുമതല, നമ്മൾ ഈ ക്യാമറ ഞങ്ങളത് ഇതുവരെയുള്ളത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു സംരക്ഷണ ചുമതലയ്ക്ക് ഒരു വർഷം ഒരു തുക പഞ്ചായത്ത് നിശ്ചയിച്ചുകൊണ്ട് പഞ്ചായത്തിന്റെ കീഴിലായിക്കൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അന്നത്തെ ഭരണസമിതി അത് ചെവിക്കൊണ്ടില്ല. പോലീസിന്റെ അടുത്ത് ഞങ്ങൾ ഈ നിർദ്ദേശം തന്നെ വെച്ചിരുന്നു. അന്ന് ശ്രീ സാറൊക്കെ ഇതിനകത്ത് വളരെ ഉത്സാഹിച്ച വ്യക്തികളാണ്. അവരുടെയൊക്കെ നിർബന്ധത്തിനാണ് ഞങ്ങളത് അന്ന് ചെയ്തു കൊടുത്തത്. പക്ഷെ ഈ പറഞ്ഞത് സത്യമാണ്. ഇന്നത് ഉപയോഗം ഇല്ലാതെ തന്നെ കിടക്കുകയാണ്. അതിന്റെ ഒരു ക്യാമറ ആയിട്ട് തന്നെ വർക്ക് ചെയ്തവിടെ ഇപ്പം കിട്ടുന്നില്ല. അത് ഇതിന്റെ മൊത്തം വിവരങ്ങളും പോലീസ് സ്റ്റേഷനിൽ തന്നെയായിരുന്നു കൊടുത്തിരുന്നത്. അല്ലാതെ ഒരു കടയിലും വെച്ചിരിക്കുകയല്ലായിരുന്നു. എല്ലാം അതിന്റെ കൺട്രോൾ കംപ്ലീറ്റ് പോലീസ് സ്റ്റേഷനിലായിരുന്നു. ഞങ്ങൾ അതിന്റെ കൺട്രോൾ മൊത്തം അവരെ ഏൽപ്പിക്കുകയാണ് ഞങ്ങൾ ചെയ്തത്. പക്ഷെ അതിന്റെ മുന്നോട്ട് അതിന്റെ പ്രവർത്തനങ്ങളല്ല, അതിന്റെ മെയിൻ്റനൻസ് നടത്താനായിട്ട് പഞ്ചായത്തും തയ്യാറായി. ഇല്ലില്ല, പുതിയ ഭരണസമിതി തീർച്ചയായിട്ടും ഞങ്ങൾക്കും ഒത്തിരി പുതിയ ഭരണസമിതിയോട് ഞങ്ങൾക്ക് ഒത്തിരി കടപ്പാടുകളുണ്ട്. ഞങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നടപ്പിലാകാൻ പോകുന്നതേ ഉള്ളൂ. ഞങ്ങൾ അതിനകത്ത് മെയിനായിട്ട് ആവശ്യപ്പെട്ടത്, ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്കത് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മീനടത്താണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പാമ്പാടിയെ സംബന്ധിച്ച് നമുക്ക് ഹെൽത്ത് സെന്റർ ഇല്ല. പാമ്പാടി ഗവൺമെന്റ് ആശുപത്രി പ്രവർത്തനത്തോടനുബന്ധിച്ചൊരു ഹെൽത്ത് സെന്റർ അന്ന് സാധ്യമായിട്ടില്ല. ഞങ്ങളത് കഴിഞ്ഞ ഈ പഞ്ചായത്തിന്റെ വികസന സെമിനാർ കമ്മ്യൂണിറ്റി ഹാൾ നടത്തിയപ്പോൾ അന്ന് ബഹുമാനപ്പെട്ട MLAയ്ക്കും പഞ്ചായത്ത് പ്രസിഡന്റിനും ഞങ്ങളൊരു നിവേദനമായിട്ട് കൊടുക്കുകയും അത് അവര് പഞ്ചായത്ത് കമ്മിറ്റിയിൽ വെച്ച് അത് പാസ്സാക്കി 7-ാം മൈലിൽ ഹെൽത്ത് സെന്റർ സ്ഥാപിക്കാനാണ്. അവിടെ പഞ്ചായത്തിന്റെ സ്ഥലം കിടപ്പുണ്ട്. അതിനകത്ത് ബിൽഡിംഗ് പണിത് നമുക്കത് പ്രാവർത്തികമാക്കി തരാം എന്ന് MLAയും അതുപോലെ തന്നെ അത് ബഡ്ജറ്റിലുണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ അറിവ്. അതെ, അപ്പൊ അങ്ങനെ നമ്മളൊരു കാര്യം പറഞ്ഞാൽ അതിനെ വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്ന ഒരു പഞ്ചായത്താണ് എന്നാണ് നമ്മുടെ വിശ്വാസം. ഇതുവരെയുള്ള ഇത് മുന്നോട്ട് അവർക്ക് അങ്ങനെ തന്നെ നടക്കട്ടെ. ഞങ്ങളുടെ അവരെ കൃത്യമായിട്ട് തന്നെ പഞ്ചായത്തിന്റെ അധികാരമാണെന്നുണ്ടെങ്കിൽ അത് വളരെ ഗൗരവമുള്ളൊരു കാര്യം തന്നെയാണ്. അവര് വിവരത്തിലെടുക്കും നമുക്ക് വിശ്വസിക്കാം. തീർച്ചയായിട്ടും നമുക്ക് പഞ്ചായത്തുമായിട്ട് അതിനോടൊന്ന് ബന്ധപ്പെടുകയും നിങ്ങളുടെ ആ നിർദ്ദേശം ഞങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കുകയും ചെയ്യാം. പാമ്പാടി യൂണിറ്റ് ആരംഭിച്ചിട്ട് 50-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഈ 50-ാം വർഷത്തിൽ നിങ്ങൾക്ക് നല്ല കാര്യം ഞങ്ങൾ പ്രപ്പോസൽ കൊടുക്കും. ഈ പാമ്പാടി ടൗണിൻ്റെ ഒരു സൗന്ദര്യവൽക്കരണം, അത് വ്യാപാരികളാണ് ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നത്. അവരവരുടെ കടയുടെ മുന്നിൽ അല്ലെങ്കിൽ ആ ടൗണിലും പ്രധാനതും നമ്മൾ ആ പട്ടിത്താനത്തോട്ട് ചെന്നാൽ അവിടെ ഐ ലവ് അത് സംഭവം സെറ്റായിട്ടുണ്ട്. അത് ഞാൻ പറയാം പഞ്ചായത്ത് നടപ്പിലാക്കത്തില്ല.
അല്ല അത് സംഭവമായി. അത് ഇതിനു മുമ്പ് ഒരിക്കല് നമ്മുടെ ബ്ലോക്കിൽ ഒരു മീറ്റിംഗ് നടന്നപ്പോൾ ഞങ്ങളും കൂടി ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ പഞ്ചായത്തിൽ നിന്ന് നമ്മുടെ കേരള ശുചിത്വ മിഷന്റെ ആ മീറ്റിങ്ങിൽ വെച്ച് നമ്മൾ പറഞ്ഞിരുന്നതാണ്. അപ്പം പഞ്ചായത്തിൽ നിന്ന് ചെടിച്ചട്ടികളും അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തു തരാം, അതിന്റെ പരിപാലന ചുമതല പൂർണ്ണമായിട്ടും വ്യാപാരികൾ ഏറ്റെടുത്തോളാം എന്ന് ഞങ്ങൾ സമ്മതിച്ചാണ്. പക്ഷെ അതിന്റെ തുടർ പ്രവർത്തനങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല. ഈ നിർദ്ദേശം ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ഞങ്ങളത് സംരക്ഷിക്കാം. പഞ്ചായത്തിന്റെ ഒരു സപ്പോർട്ടോടു കൂടി സൗന്ദര്യവൽക്കരണം ഉണ്ടാവണം. ആ നിർദ്ദേശം ഞങ്ങൾ പഞ്ചായത്തിന് കൊടുത്തിട്ടുള്ളതാണ്. ഇപ്പോ നിലവില് അതിന്റെ ഒരു അപ്ഡേഷനോട് ഞാൻ പറയാം. നമ്മുടെ മറ്റത്തിൽ പറമ്പിൽ ഫീൽഡ്സ് ഞാൻ അതിന് ലൂക്ക് സാറുമായിട്ട് സംസാരിച്ചിരുന്നു. സിജു സാറിനെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സിജു ആയിട്ട് അവിടെ ചെന്ന് നേരിട്ട് സംസാരിച്ചു. അവിടെ ഇപ്പോൾ നിലവിൽ ഒരു 5 ദിവസത്തിനകത്ത് ഐ ലവ് യു പാമ്പാടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ ലൈറ്റിംഗ് ബോർഡ്, ഏതാണ്ട് ഒരു 40,000 രൂപ ബഡ്ജറ്റ് ഉള്ള, അത് അവർക്ക് അന്ന് 2 പേപ്പർ നീങ്ങണമെന്നുണ്ടായിരുന്നു. ഇവരുടെ ഇതായിരുന്നു പമ്പിൽ ഇങ്ങനെ ഒരു സാധനം വെക്കുമ്പോൾ ഇവരുടെ ഈ പമ്പിന്റെ അനുവാദം ഒക്കെ വാങ്ങണം. പമ്പിലാണ് സ്റ്റാൻഡിലാണ് വരുന്നത്. പാമ്പാടി ബസ് സ്റ്റാൻഡ്, പാമ്പാടി പമ്പിന്റെ വളവില്ലേ അവിടെ തന്നെ പാമ്പാടിയുടെ എൻട്രി എവിടെയാണ്? വിമലാംബിക സ്കൂളിന്റെ ഫ്രണ്ടിലത്തെ ആ മതിലുണ്ടല്ലോ, ആ ട്രാൻസ്ഫോമർ ചെയ്യുന്നു, അവിടെ ഐ ലവ് യു പാമ്പാടി മറ്റത്തിൽ പമ്പിൽ ഫിഗേഴ്സ് എന്നുള്ള ബോർഡ് സെറ്റ് ആയിട്ടുണ്ട്. അതിന്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ കളർ പെൻസിൽ ലക്കൊടിയും അവിടെയാണ് അതിന്റെ പണി പുരോഗമിച്ചത്. 30,000 രൂപയാണ് ബഡ്ജറ്റ് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പിന്നെ ലൂക്ക് സാറിനെ കണ്ടില്ല. അദ്ദേഹം ഫുൾ പേയ്മെന്റ് മുടക്കി അത് ചെയ്യാൻ വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ളവര് അതിനകത്ത് കാതെടുത്തിട്ടുണ്ട്. അതിന്റെ ഉദ്ഘാടനം എല്ലാവരും വിളിക്കുമായിരിക്കും. കാരണം ഇതിപ്പോ ഇങ്ങനെ ഒരു സാധനം മാത്യു സാറിന്റെ മംഗളത്തിന്റെ റിപ്പോർട്ടർ, സീനിയർ റിപ്പോർട്ടർ മാത്യു സാർ പറഞ്ഞുകൊണ്ടാണ് അതിന്റെ അപ്ഡേഷൻ വന്നത് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും ഞങ്ങൾ ഈ സൗന്ദര്യവൽക്കരണത്തിന് പൂർണ്ണ പിന്തുണ ഞങ്ങളുടെ ഉണ്ടാവും. ചെടികൾ വെച്ചാൽ അതിനെ സംരക്ഷിക്കും. ആ ചുമതല ഞങ്ങൾ ഏറ്റെടുക്കും. പക്ഷേ കഴിഞ്ഞ വികസന സെമിനാറിൽ പഞ്ചായത്തുമായിട്ട് ആ ചർച്ചയിൽ ഞങ്ങൾ പങ്കെടുത്ത വിഷയം ഉന്നയിച്ച് ഞങ്ങൾ ആധികാരികൾ സംസാരിച്ചാണ്. അപ്പോൾ അതിനകത്ത് ഞങ്ങൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. പാമ്പാടി പട്ടണത്തിനെ ഈ ശുചിത്വവൽക്കരണമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 2 ജീവനക്കാരെ ഈ പാമ്പാടി ബസ് സ്റ്റാൻഡ് മാത്രം തൂത്തുവാരുന്നൊരു പ്രവണത മാത്രമേ നിലവിലുള്ളൂ. അതേസമയം കാളച്ചന്ത മുതൽ ഇങ്ങേയറ്റം വരെ നടക്കുന്ന ആ ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്തെങ്കിലും ഒരു പരിപാടികൾ പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഇപ്പോൾ എത്തിക്കുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ, ഈ പൊടിപടലങ്ങൾ പറത്തിക്കൊണ്ടുള്ള ഈ നഗര ആ ഒരു വൃത്തികേടാക്കുന്ന ഒരു സംവിധാനം വരുന്നത്. അപ്പോൾ അത് നമുക്കൊരു ശുചീകരണത്തിനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ ടൗൺ എത്രയും പെട്ടെന്ന് വൃത്തി. അത് പിന്നെ അവിടെ കെട്ടിക്കിടന്ന് മഴവെള്ളം വീണ് അതൊരു വളരെ മോശമായ രീതിയിലേക്ക് പാമ്പാടി പട്ടണം മാറുന്നുണ്ട്. അപ്പോൾ അതും ഈ കൂട്ടത്തിൽ തന്നെ സംവിധാനം വേണമെന്ന് പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ബഹുമാനപ്പെട്ട ഷാദി പറഞ്ഞാൽ എന്ത് ചെയ്താലും അത് അതിന്റെ പരിചരണ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് ഓരോ വ്യാപാരികളും കൃത്യമായി ഏറ്റെടുക്കാൻ സന്നദ്ധരാണ്. അതിനുവേണ്ട ബാക്കി നടപടികൾ ഉണ്ടാവും. പക്ഷെ അതിന്റെ തുടക്കം പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. അത് പഞ്ചായത്ത് അന്ന് നമ്മളെ വികസന സെമിനാറിൽ പറഞ്ഞായിരുന്നു സൗന്ദര്യവൽക്കരണം. പക്ഷെ അന്ന് ഫെഡറൽ ബാങ്കുകാരായിരുന്നു അത് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവരൊരു ഡിമാൻഡ് വെച്ചിട്ട് ഫെഡറൽ ബാങ്കുകാരിൽ പാമ്പാടി പഞ്ചായത്തിന് അക്കൗണ്ടില്ല. അപ്പം ഇപ്പൊ SBI കിടക്കുന്ന എമൗണ്ട് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാവുക. അവര് കംപ്ലീറ്റ് വെടിവെച്ച് ചെടിയെല്ലാം വെച്ച് സംരക്ഷണം എല്ലാവരും ചെയ്യാൻ പറഞ്ഞു. നിയമപരമായ നിയമതടസ്സം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഫെഡറൽ ബാങ്ക് കൈവിട്ടത്. അപ്പം ഫെഡറൽ ബാങ്കുകാർ പറഞ്ഞിരുന്നത്, അന്ന് അവരോട് വന്നിരുന്നു, സെമിനാർ വന്നിരുന്നു, സൗന്ദര്യവൽക്കരണവും ഒരു ആംബുലൻസ് പഞ്ചായത്തിൽ നൽകാമെന്ന് പറഞ്ഞു. ബ്ലോസം വാലി കൊടുത്ത പോലെ. അപ്പോൾ അത് ഈ SBI അക്കൗണ്ട് മാറ്റാനായിട്ട് ഡെപ്യൂട്ടി ഡയറക്ടർ സമ്മതിക്കുന്നു പഞ്ചായത്തിന്. പക്ഷെ അവർ പറഞ്ഞു കോട്ടയം ജില്ലയിൽ 34 പഞ്ചായത്തിൽ ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട്. പാമ്പാടിക്ക് അത് അനുവാദം കൊടുക്കും. നമ്മളെല്ലാം ഉദ്ദേശിച്ച രീതി നല്ല ഈ തെരുവ് കച്ചവടങ്ങൾ നിയന്ത്രിക്കുന്നതാണ്. അപ്പൊ ഈ കടകളുടെ ഭാഗത്ത് ബോർഡുകൾ ഇറക്കി വെക്കുന്ന ഒരു പ്രവണതയുണ്ട്. നടപ്പാതകളില് കടകളുടെ ബോർഡ്, പരസ്യ ബോർഡുകൾ നടപ്പാതകളിലേക്ക് ഇറക്കി വെക്കും. അത് നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്തയായിരുന്നു. ആലപ്പുഴയിലെ പച്ചക്കറിയുടെ പെട്ടിയായിട്ട് ബന്ധപ്പെട്ട് അത് എന്ന് പറഞ്ഞാൽ വ്യാപാരികൾ തന്നെ വേദന രീതിയിലേക്ക് വരില്ല. കാരണം നമ്മൾ ഇതിനോട് തന്നെ വിമർശിക്കുന്നത്, അല്ലാതെ മൊത്തം നോക്കിയാണ് ഫെസ്റ്റ് വൈസ് ആണ്. അതായത് രഞ്ജു സാർ പറഞ്ഞത് മാത്രമേ രഞ്ജു പറഞ്ഞത് കൃത്യമായ കാര്യമാണ്. രഞ്ജു കണ്ടിന്യൂ ചെയ്താൽ ഇതിനുള്ള സമിതി തെരുവുകളുടെ കച്ചവടങ്ങൾ നിയന്ത്രിച്ചു. പക്ഷെ കടകളുടെ ബോർഡുകൾ, പരസ്യ ബോർഡുകൾ ഇപ്പോഴും ഇല്ല. പഴയ പോലെ ഇപ്പം ബോർഡുകൾ ഇല്ലല്ലോ. ബോർഡുകൾ ഇപ്പം ഈ ഓടയെല്ലാം കൂടെ നവീകരിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ആ സൈഡിലൊന്നുമില്ല. നിങ്ങൾ നോക്കൂ, ഞങ്ങളുടെ മെമ്പർമാരല്ലാത്ത ചില വ്യാപാരികളാണ് ഇപ്പം ബോർഡുകളുള്ളത്. ഞങ്ങൾ കൃത്യമായിട്ട് മെസ്സേജുകൾ എല്ലാ വ്യാപാരികൾക്കും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്തോ അങ്ങനെയല്ല. ഈ പാമ്പാടി പഞ്ചായത്തുമായിട്ടുള്ള ഞങ്ങളുമായിട്ടുള്ള പരസ്പര സൗഹാർദ്ദ ചർച്ചയ്ക്കകത്ത് ഞങ്ങൾ അദ്ദേഹത്തോട് പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടൊരു കാര്യമുണ്ട്. ഈ അനധികൃതമായി ഇപ്പോൾ പറഞ്ഞ ഇതിൽ നിന്ന് ഞങ്ങൾ കൂട്ടു നിൽക്കുന്നവരല്ല. ഈ നാടിന് മോശം വരുത്തുന്ന അല്ലെങ്കിൽ പൊതുജനത്തിന് മോശം വരുന്ന ഏതെങ്കിലും ഒരു പ്രവർത്തനങ്ങൾ ഏതെങ്കിലും ഒരു വ്യാപാരികളുടെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ
അത് നിങ്ങൾ നിർബന്ധബുദ്ധിയെ പോയി നടപടി സ്വീകരിക്കുകയോ അവരെ ഇൻസൾട്ട് ചെയ്യാതെ ഞങ്ങളെ അത് അറിയിക്കുവാണെങ്കിൽ, ഞങ്ങളുടെ അംഗമാണെങ്കിൽ നിർബന്ധമായി ഞങ്ങൾ തന്നെ നേരിട്ട് ഇറങ്ങി അതിനുവേണ്ട പരിഹാരം ഉണ്ടാക്കാമെന്ന് അതനുസരിച്ച് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ്, ഞങ്ങളുടെ യൂണിറ്റ് പ്രസിഡന്റുമായിട്ട് ഈ കാര്യങ്ങൾ അറിയിക്കുന്ന മുറയ്ക്ക് തന്നെ ആ വിത്തിൻ സെക്കൻഡുകളിൽ തന്നെ ഞങ്ങൾ ആ സ്ഥാപനത്തിൽ ചെന്ന് അതുമായി കഴിഞ്ഞ ദിവസം തന്നെ പാമ്പാടി കളച്ചന്ത കഴിഞ്ഞ ഒരു 1-2 കടകളുണ്ടായിരുന്നു. അതുകൊണ്ട് ആലാമ്പള്ളിൽ 1-2 ആ ശ്രദ്ധയിൽപ്പെടുന്നതെല്ലാം ഞങ്ങളത് കൃത്യമായി പരിപാലിക്കുന്നു. ഇപ്പൊ പ്രസിഡന്റ് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ വ്യാപാരികളില്ലാത്ത 1-2 അതുമായിട്ട് ബന്ധമില്ലാത്തവർ വഴിയിലേക്ക് ഇറക്കി വെക്കുന്നു. അതും ഞങ്ങൾ അവരെ അറിയിക്കുന്നുണ്ട്. ഞങ്ങൾ ഇങ്ങനെ പരാതിയുണ്ട്, നിങ്ങളത് മാറ്റണം. ഞങ്ങൾ പക്ഷെ ഞങ്ങളുടെ ഒരു മെമ്പറാണെങ്കിൽ അവർ മാറ്റിയിട്ട് ഞങ്ങൾ മാറ്റാൻ ഞങ്ങൾ നിർബന്ധം. കാരണം നാടിന് ദോഷം വരുന്ന ഒരു പ്രവർത്തനത്തിലും പാമ്പാടിന് വ്യാപാരം നടപ്പാതെ ചെറിയ നമുക്കറിയാം റോഡിന്റെ സൗകര്യം വളരെ കുറവാണ്. അതുകൊണ്ട് ഞങ്ങൾ വളരെ ശ്രദ്ധിച്ചായിരിക്കുന്നത്. പിന്നെ അങ്ങനെയുള്ള ബോർഡുകളൊന്നും ഞങ്ങളെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതെല്ലാം മാറ്റാനുണ്ട്, ഞങ്ങൾ തയ്യാറാണ്, മാറ്റിക്കുന്നുമുണ്ട്. നടപ്പാതെ കുറുകെ പാമ്പാടില് ഏതാണ്ട് 10,000 കടകൾ ഉണ്ടെങ്കിൽ തന്നെയും ഞങ്ങളുടെ മെമ്പർമാരെന്ന് പറയുന്നത് 400 പേരേ ഉള്ളൂ. ആ 400 പേരുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് പൂർണ്ണ ഉത്തരവാദിത്വമുണ്ട്. അവർ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യാറുണ്ട്. അല്ല, ആരെങ്കിലും ചെയ്തിട്ട് നിങ്ങൾ പറയാം മെമ്പർ നിങ്ങൾ കൈ ഒഴിയുന്ന ഒരിക്കലുമില്ല. ചിലപ്പോ പറഞ്ഞ കേൾക്കാത്തതുണ്ടായിരിക്കാം. ഞങ്ങളെ നിർബന്ധപൂർവ്വം തന്നെ ഞങ്ങൾ ആരെയും നിർബന്ധിച്ച് മെമ്പർഷിപ്പ് എടുപ്പിക്കാറില്ല. വരുന്നവരെ മാത്രമേ ഞങ്ങൾ ആവശ്യമുള്ളവർ വന്നാൽ മതി. ഞങ്ങൾ ആരുടെയും പുറകെ മെമ്പർഷിപ്പ് എടുപ്പിക്കുന്നില്ല. ഓരോ മാസവും 3-4 പേര് നമുക്ക് മെമ്പർഷിപ്പ്. ഇപ്പൊ ഇന്നിപ്പോ ഒരു മെമ്പർഷിപ്പ് വന്നു. ഈ മാസം ഇപ്പൊ നമുക്കില്ല, അടുത്ത മാസം ഇല്ല. പക്ഷെ എങ്കിലും നമ്മൾ വാങ്ങി വെക്കുന്നുണ്ട്. 3-4 അത് കൃത്യമായ രീതിയിൽ അവരെ പഠിച്ച് അവരെ മനസ്സിലാക്കി അതാ വാർഡിലെ കമ്മിറ്റി അംഗത്തിന്റെ അപ്രൂവലോട് കൂടി തന്നെയുള്ളൂ മെമ്പർഷിപ്പ് കൊടുക്കുക. അല്ലാതെ ഒരാൾ ഓടി വന്നു അപ്പോൾ അവരോട് നമ്മൾ സംഘടനാപരമായി ചെയ്യുന്ന നടപടിക്രമങ്ങൾ, സമൂഹത്തിൽ പാലിക്കേണ്ട മര്യാദകളെല്ലാം കൃത്യമായ രീതിയിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അംഗത്വം നൽകുന്നത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പഞ്ചായത്തിനോട് വാക്ക് പറയുന്നത്. എന്തെങ്കിലും ഒരു പോരായ്മ എവിടെയെങ്കിലും കണ്ടാൽ ചൂണ്ടിക്കാണിച്ചോളൂ, ഞങ്ങൾ തിരുത്താൻ തയ്യാറാണ്. പക്ഷെ അത് തിരുത്താതെ അവരുടെ മേലെ കുതിര കയറുന്ന സംവിധാനമായിട്ട് വന്നാൽ ഞങ്ങൾ ശക്തമായ പ്രതിഷേധമായിട്ട് രംഗത്ത് വരും. കാരണം ഞങ്ങൾ അവരെ സംരക്ഷിക്കുക എന്നുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ടല്ലോ. അപ്പൊ അവരെ സഹായിക്കാനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട്. അതും ഞങ്ങൾ തയ്യാറാണ്. ഇനി അതല്ലാതെ ചെയ്യുന്നവരായിട്ട് ഞങ്ങളുടെ മെമ്പർമാരിൽ ഇപ്പൊ പ്രസിഡന്റ് 450-500 മെമ്പർമാർ എടുത്തിനകത്ത് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവരാരും പറഞ്ഞാൽ കേൾക്കാത്തതായിട്ട്, എന്ന് വെച്ചാൽ ഒരു തെറ്റ് കണ്ടാൽ നമ്മൾ ചൂണ്ടിക്കാണിച്ചാൽ തിരുത്താത്തവരായിട്ട് ആരുമില്ല. പിന്നെ ഒറ്റപ്പെട്ട അവിടെ ഇവിടെ മെമ്പർഷിപ്പ് ഇല്ലാത്തവരുണ്ട്. എന്നിട്ടും അവരോട് ഞങ്ങൾ സ്നേഹബുദ്ധിയെ പറയാറുണ്ട്. ഇങ്ങനെ പക്ഷേ ഈ ഞങ്ങളുടെ സംഘടനാപരമായ അഭിപ്രായം പറയാറില്ല, സ്നേഹബുദ്ധിയെ പറയും. ഇങ്ങനെ നിങ്ങൾക്ക് മോശമാണ് ചെയ്യുമ്പോൾ എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്, അതുകൊണ്ട് കഴിവതും സഹകരിക്കണം കേട്ടോ എന്നുള്ള സ്നേഹബുദ്ധിയെ പറയും. അതേപോലെ ഒരു കാര്യമുണ്ട്, ഈ കടയിലെ ഓണർമാരുടെ വണ്ടികൾ തന്നെ അതായത് കടകളുടെ മുന്നിൽ നിർത്തി വെക്കുന്ന ഒരു പ്രവണത നടപ്പാതയുണ്ട്. അതും നടപ്പാതയിൽ നടപ്പാതയിൽ കയറ്റിയല്ല പാർക്ക് ചെയ്യുന്നത്, വഴി സൈഡിൽ പാർക്ക് ചെയ്യുന്നതുകൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു പരാതി ഉണ്ട്. കടയിലെ ഓണർമാരുടെ വാഹനങ്ങൾ തന്നെ അതായത് കടകളുടെ മുന്നിൽ നിർത്തിയിടുന്ന ഒരു പ്രവണതയുണ്ട്. വളരെ ചുരുക്കമായിട്ട് കാണുന്നുണ്ടായിരിക്കും. ശരിക്കും പറഞ്ഞാല് അത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് ആ കടയുടമസ്ഥ തന്നെയാണ്. കാരണം അദ്ദേഹത്തിന്റെ കടയിലേക്ക് കയറുവാനായിട്ട് ആൾക്കാർ കയറാനും ഒരു ബൈക്കിലാണ് വന്നിറങ്ങാം. അത് സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാക്കി സ്വയം ചെയ്യേണ്ടതാണ്. നമുക്ക് ഫുട്പാത്തിൽ അദ്ദേഹത്തിന് വണ്ടി കിടപ്പുണ്ടെങ്കിൽ പരാതി പറഞ്ഞാൽ തീർച്ചയായും നമ്മൾ അദ്ദേഹത്തോട് പറയും ഫുട്പാത്ത് ഒഴിവാക്കി കൊടുക്കണം. നമുക്ക് പാർക്കിംഗ് നമുക്ക് ഇവിടെ വലിയൊരു പ്രശ്നമാണ്. എവിടെയെങ്കിലും സ്ഥലം ലീസിനെടുക്കുക. ഇപ്പം പാമ്പാടി ടൗണിനകത്ത് കാണുന്ന സ്ഥലം കിടപ്പുണ്ട്. ആ സ്ഥലം ലീസിനെടുത്തുകൊണ്ട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പാർക്കിംഗ് സൗകര്യങ്ങൾ ചെയ്യണം. പേ ആൻഡ് പാർക്ക് വെക്കണം. പിന്നെ നിർബന്ധം പഞ്ചായത്തിന് അത് സ്വകാര്യമായതായതുകൊണ്ട് കയറാത്തത്. പഞ്ചായത്ത് നിർബന്ധം പോലീസും കൂടെ കൂടിക്കൊണ്ടാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വണ്ടികളും കൂടെ അതിനകത്ത് കയറും. ഇല്ല, പോലീസിന് ഇപ്പൊ അങ്ങനെ പ്രൈവറ്റ് സ്വകാര്യ ഇതിനകത്തേക്ക് കയറ്റാനായിട്ട് ആരും അങ്ങനെ പറയാൻ സാധിക്കുന്നില്ല. പാർക്ക് ചെയ്യുന്നത് മാറ്റിക്കാനുള്ള നടപടി അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ലെന്നാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒക്കെ ഉണ്ട്. പെറ്റിയടിയേ ഉള്ളല്ലോ, അതൊന്നും അടിക്കുന്നില്ല. പാമ്പാടിയുടെ പൾസ് എന്ന് വെച്ചാൽ കോട്ടയം പട്ടണം പോലൊരു വ്യാപാര സമൃദ്ധിയുള്ള പട്ടണമല്ല പാമ്പാടി. കോട്ടയം പട്ടണം ചെന്ന് കയറി 10 കടകളിൽ കയറിക്കൊണ്ട് ഇവർക്ക് വന്ന സാധനങ്ങളെല്ലാം വാങ്ങി വണ്ടിയിൽ നിന്ന് തിരിച്ചു വീട്ടിൽ പോകും. നമ്മുടെ ചെറിയൊരു കട അല്ലെ 1-2 കടയിൽ 1-2 സാധനങ്ങൾ വാങ്ങി പോകേണ്ടവരാണ് മിക്കവരും വരുന്നത് സാധാരണ ഉപഭോക്താക്കൾ. അവര് ആ എളുപ്പത്തിൽ ഒന്നാമത് 7 സൈഡിൽ ഇട്ടാലും പാർക്കിംഗ് ടാക്സി സ്റ്റാൻഡുകൾ ഒട്ടനവധി പാമ്പാടിൽ ഉള്ളതുകൊണ്ട് ഒരു സൈഡിൽ ഒരു കടയുടെ ഭാഗത്തിൽ അവർക്ക് പാർക്ക് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അവര് ലഭ്യമാകുന്ന സ്ഥലത്തിട്ട് നടന്നു പോയി സാധനങ്ങൾ വാങ്ങി പെട്ടെന്ന് പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ അവർക്കൊരു ഞാൻ കഴിഞ്ഞ ദിവസമേ അവിടെ ഇങ്ങോട്ട് നടന്നു പോയി തുറക്കാനായിട്ട് വന്നു. അപ്പൊ ഞാൻ നോക്കുമ്പോ ഒരു സ്കൂട്ടർ കാരണം എനിക്ക് അപ്പുറത്തോട്ട് പോകാൻ പറ്റില്ല. ഇങ്ങനെ വിലങ്ങി വെച്ചു ഈ നമ്മുടെ
നടപ്പാതെ വിലങ്ങി വെച്ചിരിക്കും. എനിക്ക് അപ്പുറത്ത് ഇപ്പറേ കാറ് കിടക്കും, ഈ നമ്മുടെ ടൈലിട്ടെടുത്ത് കാറ് കിടക്കും. ഇത് ഇവിടെ കടയുടെ വാതിക്കല്ല, സ്കൂട്ടർ ഇങ്ങനെ വിലങ്ങി. ഞാൻ ആ കടയിലോട്ട് കയറി, ഞാൻ എങ്ങനെയാണ് നടന്നു പോകുന്നത് ഞാൻ ചോദിച്ചു. എന്നാ ഒരു ചെറുക്കൻ, എനിക്ക് നല്ല പരിചയമുണ്ട്. ഞാൻ സാർ ഇങ്ങനെ സ്കൂട്ടർ വെച്ചാൽ ഞങ്ങൾ ഈ നടക്കുന്ന ഇതിലേ പോകുമെന്ന് പറഞ്ഞു തരാം സാർ. ഞാനിപ്പോൾ മാറ്റിയേക്കാം, സൈഡിലോട്ട് മാറ്റിയത് വിലങ്ങം വെച്ചു. വിലങ്ങം എന്നുള്ളത് നീളത്തിലാക്കിയപ്പോൾ ഒരാൾക്ക് കിടക്കാനുള്ള ഇടയിൽ ഇവിടെ തൊട്ടടുത്ത് സംഭവിച്ചൊരു കാര്യം. ഇപ്പോഴും ഞാൻ പാസ്പോർട്ടോടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. വിലങ്ങം ഒന്ന് മാറ്റി. ചിലരുണ്ട് കടയുടെ മുമ്പിൽ തന്നെ. ഏതായാലും നിങ്ങളുടെ ഒരു നിർദ്ദേശം ഞങ്ങൾ സഹകരണം സ്വീകരിക്കുന്നു. അടുത്ത ദിവസം തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇതിനെപ്പറ്റി ഒരു വ്യക്തമായ നിർദ്ദേശം ഈ ഉടമസ്ഥര് അവരുടെ പാർക്കിംഗ് ഇല്ലാത്തതാണ്. ഇപ്പൊ നമ്മള് ഒരു സ്ഥലം തയ്യാറാണ്, പക്ഷെ നമ്മുടെ സ്ഥലം ചൂണ്ടിക്കാണിക്കാൻ പറയും. നമ്മൾ എവിടെയൊക്കെ ചൂണ്ടിക്കാണിക്കും. അതാണ് അതൊരു വലിയ പ്രശ്നമുള്ളതാണ്. പിന്നെ ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ച് ഞങ്ങൾ അവരെ അറിയിക്കും. പഞ്ചായത്ത് ചെയ്യേണ്ട കാര്യം. അതുപോലെ തന്നെ നമ്മുടെ മാത്യു സാർ പറഞ്ഞൊരു കാര്യമുണ്ട്, സൗന്ദര്യവൽക്കരണം. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, മറ്റത്തിൽ ഫീൽഡ്സ് 10-30,000 രൂപ അടുത്ത് കണ്ടാണ് ബഡ്ജറ്റ് പറഞ്ഞത്. പിടിപ്പിക്കാനുള്ള ചാർജ് വരിക. അത് വലിയൊരു ബോർഡാണ്. 12-13 അടി നീളവും ഏതാണ്ട് 6 അടി ഹൈറ്റും ഉള്ള വലിയ ഒരു സംഭവമാണ്. ലൈറ്റും എല്ലാം ഉൾപ്പെടെ ഉള്ള അത്രയും വലിയൊരു ബോർഡ് അവിടെ കൊണ്ടുവച്ച് കഴിയുമ്പോൾ പിറ്റേ ദിവസം ദേശീയപാത ഇല്ല, അവരുടെ പ്രോപ്പർട്ടി തന്നെ വെക്കുന്നത്. അത് കുഴപ്പമില്ല. പെർമിഷൻ ഇല്ലാതെ അവരുടെ പ്രോപ്പർട്ടി തന്നെ ഫ്രണ്ടിന്റെ ആ പാലത്ത്, അതായത് നിലവിൽ ഇപ്പൊ അവിടെ ഒരു ഇതിന്റെ ഒരു ഇതിരിപ്പുണ്ട്, ബോർഡ് ഇരിപ്പുണ്ട്, ഒരു പൊക്കത്തിലുണ്ട്. അതിന് ഇപ്പുറത്തേക്ക് പമ്പിന്റെ അതിൻ്റെ കിടക്കുന്ന സ്ഥലമാണ്. അതായത് അവരുടെ ഓൺ പ്രോപ്പർട്ടിയാണ്. അവിടെയാണ് അത് വെക്കാൻ പോകുന്നത്. അപ്പൊ അത് വെക്കുന്നതിന്റെ കൂടെ തന്നെ അപ്പൊ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാനാണ് ഈ സാക്ഷ്യം. ലൂക്ക് സാറിനോട് പറഞ്ഞത്. ലൂക്ക് സാർ വളരെ സന്തോഷത്തോടെ അതായത് അപ്പൊ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റിനെ നമ്മൾ വിളിച്ചു. അപ്പം ഒരാഴ്ചയായി സംഭവം കഴിഞ്ഞിട്ട് ഇപ്പം വർക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോ വ്യാപാരി വ്യവസായം ഉൾപ്പെടെ ഉള്ളവരെ അവർ വിളിച്ചോളൂ. അപ്പം സ്വാഭാവികമായിട്ട് നിങ്ങൾ ഔദ്യോഗികമായിട്ട് അറിയിക്കും. അപ്പൊ നിങ്ങളോട് വന്ന് ആ പരിപാടി കാരണം ബാക്കിയുള്ള കടക്കാർ ഫ്രണ്ടിലുള്ള രണ്ട് ചെടിയൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേന് പാമ്പാടിന്റെ ഭംഗി നമുക്ക് പഴയ പോലെ അല്ലാത്ത രീതിയിൽ ഇപ്പൊ വഴിയാണ്, സ്ട്രൈറ്റ് ആണ്, തടസ്സങ്ങളൊന്നുമില്ല. പണ്ടത്തെ ഒരു പാമ്പാടിയല്ലേ ഇപ്പൊ നമ്മളെല്ലാം. പാമ്പാടിയുടെ ഏത് കാര്യത്തിലും, വികസന കാര്യത്തിനാണെങ്കിലും സൗന്ദര്യവൽക്കരണത്തിനാണ് ഞങ്ങളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാവും. ഒരു ഉപാധികളും ഇല്ലാതെ കഴിഞ്ഞ നാൾ നമ്മൾ പഞ്ചായത്ത് കമ്മിറ്റി തന്നെ പറഞ്ഞാണ്. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി 4 ലക്ഷം രൂപയോളം ഇതിന് എഴുതിയെടുത്ത ഒരു ചെടിച്ചട്ടി പോലും മേടിച്ചു വെച്ചിട്ടില്ല. ആ അവസ്ഥ ഉണ്ടാവരുത്. വ്യാപാരികൾ അതിന് വളരെ കൃത്യമായിട്ട് തന്നെ ഇടപെടണം എന്നൊരു അഭ്യർത്ഥനയോടെ മാത്യു സാർ പറഞ്ഞതിന്റെ കൂടെ അതിനെ കോട്ട് ചെയ്ത് പറഞ്ഞു. തീർച്ചയായിട്ടും ഉണ്ടാവും. കുടിവെള്ള പ്രശ്നം, പൈപ്പ് കണക്ഷന് മാർച്ച് മാസം 16-ാം തീയതി മുതൽ ഈ ടൗണിനകത്ത് വെള്ളമില്ലായിരുന്നു. വെള്ളമില്ലാതെ ഞങ്ങള് പിന്നെ എവിടെയെല്ലാം നിവേദനങ്ങൾ കൊടുക്കാവോ എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ നിവേദനങ്ങൾ കൊടുത്തതാണ്. തീർച്ചയായിട്ടും അത് ഭയങ്കരമായ ഉദാസീനതയാണ് വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുണ്ടായത്. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ഇന്ന് പലതും അവിടെ കാണാനില്ലെന്നാണ് അവർ പറയുന്നത്. ജലനിധിയാണ് ഇപ്പോഴത്തെ പൈപ്പ് ഇട്ടിരിക്കുന്നത്. ജലനിധി ഇട്ടാലും കുഴപ്പമില്ല, വാട്ടർ അതോറിറ്റി ഇട്ടാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. നമുക്കിവിടെ വെള്ളം കിട്ടും. ആരുടെ പൈപ്പാണ് നമുക്ക് കുഴപ്പമില്ല. പക്ഷെ മാർച്ച് മാസം 16-ാം തീയതി മുതൽ ഈ പിന്നെ മെയ് മാസം 12-ാം തീയതി വരെ ഇവിടെ വെള്ളമില്ലായിരുന്നു. 13-ാം തീയതിയാണ് ഇവിടെ വെള്ളം വരുന്നത്. 12-ാം തീയതി ഉച്ച കഴിഞ്ഞപ്പോൾ ഇപ്പം വെള്ളം കിട്ടാൻ തുടങ്ങി. തികച്ചും അവരുടെ 2 ഡിപ്പാർട്ട്മെന്റും തമ്മിലുള്ള പ്രശ്നമാണ് ഇതിനകത്തുണ്ടായിരുന്നത്. അല്ലാതെ വലിയ കുഴപ്പങ്ങളൊന്നും ഇവിടെ ഇല്ലായിരുന്നു. അതൊന്നും ഒരു 2 ദിവസം നിന്നപ്പോഴത്തേന് എല്ലാ കാര്യങ്ങളും ശരിയായി. പക്ഷെ വെള്ളമില്ലെങ്കിലും ബില്ലിന് എല്ലാവർക്കും ബില്ല് വന്നിട്ടുണ്ട്. എല്ലാവർക്കും ബില്ല് വന്നിട്ടുണ്ട്. ഈ 1.5 മാസത്തോളം ഇവിടെ വെള്ളം ഇല്ലാതിരുന്നിട്ട് എല്ലാവർക്കും ബില്ല് വന്നിട്ടുണ്ട്. കണ്ടോ? പത്രത്തിലെല്ലാം തീർച്ചയായിട്ടും കണ്ടു. നിങ്ങളുടെ എല്ലാ വാർത്തയെല്ലാം ഞങ്ങൾ വെള്ളം പോയിട്ട് 1.5 മാസം വാർത്ത വന്നതിന്റെ പിറ്റേ ദിവസം ഈ ചൂടായിരുന്നു. ഈ ഒന്ന് അണങ്ങി തന്നാല എന്നിട്ട് ഇവിടെ പൊട്ടിക്കുകയൊക്കെ ചെയ്തു. അല്ല, അതിനകത്ത് കഴിഞ്ഞ ദിവസം പഞ്ചായത്തിനോട് ശക്തമായ ഇടപെടൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസം വെള്ളം വന്നത്. ഞാനവിടെ പോയി കാര്യമുള്ളൂ. കാര്യത്തിന് അത് വെള്ളം മുടങ്ങിയെന്ന് പറഞ്ഞു. അവരെന്നാ ചെയ്യുന്നറിയോ? ആ ജലജീവന്റെ പൈപ്പില് ആയിട്ട് ഈ നമ്മുടെ പഴയ കുടിവെള്ളത്തിന്റെ വെള്ളത്തിന്റെ പ്രശ്നം തീർന്നു. ജലനിധിയുടെ പൈപ്പിനകത്തോട്ടാണ് ഇപ്പൊ ഈ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം അങ്ങോട്ട് കയറ്റി വിട്ടു. എല്ലായിടത്തും വെള്ളം ചെയ്യുന്നതിനാണ് അവരെ നിരന്തരമായിട്ട് 2 ദിവസം കൂടുമ്പോൾ അവരെ ഫോണിൽ വിളിച്ച് ഷൗട്ട് ചെയ്യും, പ്രഷർ ചെലുത്തുകയും അവസാനം ഞങ്ങൾ മെയിലേക്ക് ഞങ്ങൾ ശക്തമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നു. അതിന് എല്ലാ എത്ര വരെ ഞങ്ങൾ അതിനാ കാര്യത്തിൽ പയ്യനിപ്പോ ചെയ്യും. ഞാൻ ചോദിച്ചത് 1.5 മാസം എടുക്കണമെന്ന് ഇത്രയെന്ന് ചെയ്യാൻ. കാരണം ഞങ്ങളറിഞ്ഞില്ലല്ലോ, ഞങ്ങളോട് ആരും ചോദിച്ചില്ല, പറഞ്ഞില്ലല്ലോ. ദിവസവും ഈ 16-ാം തീയതി വെള്ളമില്ലായിരുന്നെങ്കിൽ 17-ാം തീയതി മുതൽ അവരെ വിവരം അറിയിച്ചിട്ടുണ്ട്.
അതിൽ ഏറ്റവും കൂടുതൽ പ്രതിഷേധമായിട്ട് രംഗത്തിറങ്ങിയ ഞങ്ങളുടെ മുൻ പ്രസിഡന്റ് ചെറിയാൻ ഫിലിപ്പാണ്. അദ്ദേഹത്തിനാണ് ഒരു വാർത്ത പറഞ്ഞതും അദ്ദേഹത്തിന് സ്ഥാപനത്തിൽ വേറെ വെള്ളമില്ല, ഈ കണക്ഷനുള്ള വെള്ളം മാത്രമേ ഉള്ളൂ. അദ്ദേഹം ആ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു, ഇനി നിങ്ങൾ ബില്ല് മേടിക്കാനും പേയ്മെന്റിനായിട്ട് ഇങ്ങോട്ട് പോകാൻ ഞാൻ ഇവിടെ ആളെ കൂട്ടി സമരം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അതവരെ ചെയ്തു. ആരോടും മിണ്ടാതെ മീറ്റർ റീഡിംഗ് പോലും നോക്കാതെ ഷട്ടറിനടിയിലേക്ക് ബില്ല് ഇട്ടിട്ട് അങ്ങ് പോയി. ഇതാണ് ഇവിടുത്തെ ഒരു സംവിധാനം അവരുടെ. ബില്ല് വന്നപ്പോഴേ എന്നെ വിളിച്ചു. ഞാനും ഞങ്ങൾ രണ്ടുപേരും പോയി എന്റെ ഫോട്ടോയും എടുത്ത് വാർത്തയും കൊടുത്ത് കഴിഞ്ഞപ്പോൾ അവിടെ ചൂടായി. അന്വേഷണത്തിൽ വന്നിട്ടുണ്ട്. ബിൽ റീഡിംഗ് എടുത്തിട്ട് ബില്ല് പുതുക്കി കൊടുക്കാൻ പറഞ്ഞു. അന്വേഷണത്തിലോ ശരിയായിക്കോളാം നെയ്യ് റീഡിംഗ് എടുക്കാതെ ബില്ലിട്ടു. അതറിഞ്ഞില്ല. റീഡിംഗ് എടുത്തിട്ട് ബില്ല് എഴുതാൻ അത് കൈകൊണ്ട് എഴുതി കൊടുത്തിരിക്കും. വളരെ മോശം പ്രവർത്തനമാണ്. അവരതിനകത്ത് എന്തെങ്കിലും ന്യായീകരണങ്ങൾ പറഞ്ഞ് ഊരുന്ന ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനം നമ്മൾ കുറച്ച് നാളുകളായിട്ട് കണ്ടു. പൈപ്പ് പൊട്ടുന്ന ഒരു നിരന്തര സംഭവമാണ്. അല്ല, അതെന്ന് വെച്ചാൽ കാലപ്പഴക്കം കൊണ്ട് പൈപ്പെല്ലാം മാറേണ്ട സമയം കഴിയും. ഒത്തിരി വർഷങ്ങളായ പൈപ്പ് അവിടെ കിടക്കുന്നത്. അത് മാറി പുതിയ പൈപ്പ് ഇട്ടെങ്കിൽ മാത്രമേ സുഗമമായ വെള്ളം നമുക്ക് ലഭിക്കുകയുള്ളൂ. ഞാനിവിടെ ഒന്നും കാണുന്നതാണ്. ഇവിടെ പൊട്ടിക്കഴിഞ്ഞാൽ അത് വലിച്ച് അന്ന് ചാർജ് ചെയ്യും, പിറ്റേ ദിവസത്തെ ഇവിടെ തൊട്ടടുത്ത് അങ്ങ് പൊട്ടും. അത് മാറി കഴിയുമ്പോൾ നമ്മുടെ ആ ഗൾഫ് മൊബൈലിന്റെ ഭാഗത്ത് തുടർച്ചയായിട്ട് പൊട്ടും. മെയിൻ്റെനൻസ് ചെയ്യാൻ വരുന്ന പണിക്കാരോട് എന്നെ ഇവിടെ പണിയെന്ന് ചോദിച്ചാൽ അവർ അന്നേരം വണ്ടി എടുത്തിട്ട് പോകും. അതാണ് ഒരു ന്യായീകരണം തോന്നുന്നില്ല. എന്താണ് പണി അത്രയും ചോദിച്ചാൽ മതി, അന്നേരം അവർ വണ്ടി എടുത്ത് തിരിച്ചു. പിന്നെ നമ്മൾ ഓഫീസിലേക്ക് വിളിച്ച് എന്താണെന്ന് ചോദിച്ചപ്പോൾ അവിടെ വന്നപ്പോൾ നാട്ടുകാരാണ് വട്ടം കൂടി തടഞ്ഞു. സാറേ ഞങ്ങൾ കണ്ടില്ലല്ലോ ഇവിടെ തടഞ്ഞത്, അവിടെ എല്ലാവരും തടഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് വരാത്തത്. നിങ്ങൾ അത്രേ ഉള്ളൂ. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അതിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധം എല്ലാവരുടെ ഭാഗത്തുണ്ട്. അപ്പം എല്ലാവരും ഞങ്ങളുടെ പരിപാടിയിൽ വന്ന് സംബന്ധിക്കണം. ഓക്കെ, എല്ലാവരുടെ സഹകരണം ഉണ്ടാവണം.